അയ്യോ കണ്ടാ. അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു HR ഗെയിമിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും നമ്മൾ വന്നിരിക്കുകയാണ് നമ്മുടെ സ്കൂൾ ബോയ് റണ്ണവേ ഗൈസ്. അപ്പോൾ ഞാൻ ഓഫ് ക്യാമറ ഞാൻ കുറേ കളിച്ച് ഗൈസ്. അതൊന്നും എനിക്കിപ്പോൾ കുറച്ച് വിശ്വാസമുണ്ട് ജയിക്കുന്നു. ഏതാണ്ടൊക്കെ നമുക്ക് മനസ്സിലായിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടി നമ്മളെ പിടിക്കാതെ നമുക്ക് എന്തായാലും ഗൈസ് ജയിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വലിച്ചു നീട്ടി കൊണ്ടുപോയില്ല എന്ന്, പക്ഷേ എനിക്ക് ഉറപ്പുള്ളതാണ് ഗൈസ് ഞാൻ വീഡിയോ എടുക്കണേ. ചിലപ്പോൾ എസ്കേപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എന്തായാലും അടുത്ത പ്രാവശ്യം ഞാൻ ഇതിൻ്റെ വീഡിയോ ഉണ്ടെങ്കിൽ അത് എന്തായാലും എസ്കേപ്പ് ആയി പറ്റും ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ ഇപ്പോൾ ഇവിടെ ഒന്നും ഇല്ല ഗൈസ്. ഇവിടെ അങ്ങനെ വരുന്നതും ഞാൻ ഇതുവരെ കളിച്ചാലും ഇങ്ങനെയൊന്നും വന്നിട്ടില്ല ഗൈസ്. ഇതിന് പേര് വന്നിട്ടില്ല. ഇനി വരുമെന്ന് അറിയില്ല ഗൈസ്. നമുക്ക് പോയി കോളിംബെൽ അടിക്കാം. അപ്പം അടിച്ച് തള്ളവരും ഗൈസ്. അപ്പോൾ നമുക്ക് വേഗം ഇവിടെ പോയി നോക്കാം. വാതിൽ തുറക്കുമ്പോൾ അപ്പം തന്നെ പോയി അമർത്താം ഗൈസ്. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറ്റിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെക്കുകയാണെങ്കിൽ മറ്റേ ഇതില്ലേ ഗ്യാസാ എന്തോ ഇതല്ല ഈ പച്ചവട്ടണം അത് അമർത്തണം. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം ഗൈസ്. വെയിറ്റ് ചെയ്തിട്ട് ഓഫ് ആക്കണം. അങ്ങനെയാണ് ഗൈസ്. ഞാൻ ഇതിനു മുമ്പ് ഓഫ് ക്യാമറ കളിച്ചപ്പോൾ ഇത് ഓഫാക്കി. അപ്പം അതിനൊന്ന് 2 പ്രാവശ്യം ഒന്ന് പിടിച്ച് അത് കുറച്ച് സീനായിരുന്നു. ഞാൻ ചോദിച്ചാൽ ബഗ്ഗായിരിക്കുന്നു. പിന്നെ എനിക്കത് ഞാൻ വേറെ നടത്തി വീഡിയോ കണ്ടപ്പോഴാണ് ഗൈസ് മനസ്സിലായത്. നമുക്കെന്തായാലും പോയി നോക്കാം ഗൈസ്. അല്ലെങ്കിൽ നമുക്ക് അച്ഛൻ്റെ റൂമിൽ പോവാം. അച്ഛൻ്റെ റൂമിൽ വേണോ അത് ഇത് വേണോ? അച്ഛൻ്റെ റൂമാണെങ്കിൽ നമുക്ക് വേഗം പോകാൻ പറ്റും. വേഗം പോയിട്ട് ഇവിടെ നിന്ന് നമുക്ക് കിട്ടണമൊക്കെ എടുക്കാം ഗൈസ്. ഇവിടെ എന്തായാലും മറ്റേ ഫ്ലവർ വേസിൽ എനിക്ക് ഇതാവാതിരിക്കില്ല. ഇത് ഇവിടെ ഒന്നുമില്ല ഗൈസ്. ഇതിനെ മറ്റേ പിന്നെടുത്തിട്ട് നമുക്ക് ഈ കീ ഇല്ലാണ്ട് തുറക്കാം ഗൈസ്. അപ്പോൾ അവിടെ ഒന്നുമില്ല. ഇതിൻ്റെ അടിയിലൊന്നുമില്ല. ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഒന്നുമില്ല. ഇവിടെ ടോർച്ചുണ്ട് ഗൈസ്. ഇത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ബാക്ക് തിരിച്ചിട്ട് അത് അമർത്താണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ബാറ്ററി എടുക്കാൻ പറ്റും ഗൈസ്. അങ്ങനെ 2 ബാറ്ററി എടുക്കാം. അതിനുള്ളിലുള്ള എല്ലാ ബാറ്ററി അതായത് 2 ബാറ്ററി അതെടുക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് ഈ ഫ്ലവർ ആണ് ഗൈസ് നമുക്ക് എടുക്കേണ്ടത്. പക്ഷെ അതിപ്പോൾ വേണ്ട ഗൈസ്. നമ്മുടെ അച്ഛൻ ബാത്റൂമിൽ പോകും. അപ്പോൾ വേണം ഗൈസ് എടുക്കാൻ. നമുക്കിവിടെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിരിക്കാം. തന്തേരെ പോകണില്ല ഗൈസ്. കുറച്ച് നേരം നമ്മൾ നിൽക്കണേ. ഗൈസ് പോകുന്നുണ്ട്. തന്ത ഒന്ന് പോട്ടെ. നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. തന്ത അവിടെ എത്തണ്ടേ. ഇതാണ് ഗൈസ്. അപ്പോൾ ഇത് നമുക്ക് ഇനി മറിച്ചിടാം. ലൈറ്റ് ഇടാം ഗൈസ്. എന്തായാലും തന്ത ഇനി കുറച്ച് നേരത്തേക്ക് വരില്ല എന്ന് എനിക്ക് തോന്നണേ. പിന്നെ നിങ്ങൾക്ക് കാണുകയും ചെയ്യാം. ഈ പൂ കളയാണ്ട് ഇടാൻ പറ്റും ഗൈസ്. ഇട്ട് ഗൈസ് നമ്മട്ട് ഒരാഴ്ച ഞാൻ കേട്ടോ പൂ വീണു. പൂ എടുത്തേക്കാണ്ടിരുന്നപ്പം എന്നെ പിടിച്ച് ഗൈസ്. തന്ത അവിടെ മൂത്രം ഒഴിക്കുമ്പോൾ ഗൈസ് ഓ ബേബി എന്നൊക്കെ പറയണത് മനുഷ്യനല്ലേ പുള്ളേ. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഒയ്യോ എടീ ചെക്ക് ചെയ്യാൻ വരുമോ? ഡേ നമ്മളെ പിടിച്ച് കേട്ടാ ഗൈസ്. തന്ത കണ്ട് ഗൈസ്. നമ്മളവിടെ ഇല്ലാത്ത കാര്യം കണ്ട്. അയ്യോ ഡേ അങ്ങനെ ഒരു ഇതെപ്പോൾ വന്ന് ഞാൻ ഒരു ഗെയിമിലും കണ്ടില്ല ഗൈസ്. ഗൈസ് അയാൾ കണ്ടുപിടിക്കാൻ വരുന്നത് തോന്നുന്നു ഗൈസ്. ഉറപ്പാണ്. കണ്ട നമ്മുടെ അമ്മേനോടൊക്കെ പറയണ ഗൈസ് ഇയാള്. അയാൾ ഇവിടെ ഫോൺ ചെക്ക് ചെയ്യാനുണ്ട് ഗൈസ്. അവിടെ പോണവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം ഗൈസ്. കണ്ട നമ്മളെ അമ്മയൊക്കെ നമ്മളെ വിളിക്കുന്നത് കേട്ടോ. നമ്മളവിടുന്ന് എസ്കേപ്പ് ആയെന്നാണ് വിചാരിക്കുന്നു. ചിലപ്പോൾ ഇപ്പോൾ ഇയാളന്മാരൊക്കെ ഒന്ന് തുറക്കും. അങ്ങനെ പ്രശ്നമുണ്ടല്ലോ. ഗൈസ് തന്ത ഫോൺ വെച്ച് പോയിട്ടാ ഗൈസ്. അപ്പോൾ ഇവിടെ ആരും ഇല്ല. നമുക്ക് ഇനി വേഗം ഒന്ന് പുറത്തടക്കാം. അതുകൊണ്ട് നമുക്ക് ഇപ്രാവശ്യം അതൊക്കെ അടയ്ക്കണം. ഇപ്പം തന്ത വീണ്ടും നമ്മൾ TV കാണാൻ പോയിട്ടുണ്ട്. അതായത് ഐസ് ഹോക്കി കാണാൻ പോയിട്ടുണ്ട്. പിന്നെ റൂബിക്സ് ക്യൂബ് എടുക്കാൻ പറഞ്ഞു. റൂബിക്സ് ക്യൂബ് നോക്കാൻ പറഞ്ഞു ഗൈസ്.
അതിൻ്റെ കൈസ് നമുക്ക് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് റുബിക്സ് ക്യൂബ് കണ്ട ഇവിടെ നോക്കിയാണ് കൈസ്. അപ്പോൾ നടുക്ക് ബ്രൗണുള്ളതാണ് കൈസ് നമുക്ക് എടുക്കേണ്ടത്. നടുക്ക് ബ്രൗൺ അത് ഓർമ്മ വെച്ചിരിക്കണം. എന്നിട്ട് നമ്മുടെ റൂമിലെ റുബിക്സ് ക്യൂബിൽ പോയി നോക്കണം. അയ്യോ ഞാൻ പേടിച്ചതേ തന്ത ഐസ് ഹോക്കിയാനോട് പറയുന്നു. ഇവിടെ വന്നിട്ടേ ഏതിലാണ് ബ്രൗൺ നടുക്കുള്ള അതായിരിക്കും ഐസ് ഉണ്ടാവുക. ബ്രൗണൊന്നും ഇല്ലല്ലോ ഇവിടെ. ഓറഞ്ച് ആണോ ഇനി ഒരു ബ്രൗൺ ഉദ്ദേശിക്കണത്? ഓറഞ്ച് കണ്ടല്ലേ. ഗൈസ് ഇതാണെന്ന് തോന്നുന്നു. ഇത് ബ്രൗൺ, അവിടെ ബ്രൗൺ ആണ്, ഇവിടെ ഓറഞ്ച് ആണത് ഇത്. അപ്പോൾ നമുക്ക് ഓറഞ്ചിനായിരിക്കും ഗൈസ് തോന്നുന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് ഇതൊന്നും ചെയ്യാം. ഈ നടുക്ക് ഓറഞ്ച് ഉള്ളത് നമുക്ക് ഒന്ന് അടിച്ചു കൊടുക്കാം അവിടെ. അപ്പോൾ ഗൈസ് നമുക്കേ റൂമൊന്നും നമ്മൾ ചെക്ക് ഇതൊന്നും കിട്ടില്ല. അപ്പോൾ നമുക്ക് നിലയിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഞാൻ പഠിച്ച് ഗൈസ്, ഞാൻ നമ്മുടെ ഫോട്ടോയിൽ 2010 നമ്മൾ കൊടുത്തില്ല. അത് നമുക്ക് എത്ര കണ്ട് വയസ്സുള്ളപ്പോഴാണ് 2 വയസ്സുള്ളപ്പോഴാണ് എന്തോ എടുത്താണെന്ന് തോന്നുന്നത്. അല്ലേ 8 വയസ്സുള്ളപ്പോൾ എടുത്ത ഫോട്ടോ എന്താണ് ഗൈസ്, അങ്ങനെ എന്തോ ആണ്. അങ്ങനെ എന്തോ ഇത് പറഞ്ഞു ഗൈസ്. അപ്പോൾ 2002 ഗൈസ് ഇത് കൊടുക്കേണ്ടത്. ക്യാപിറ്റലും കൊടുക്കണം ഗൈസ്. അടിയിലുള്ള ആൻഡ്രൂ അങ്ങനെയാണോ അതുപോലെ തന്നെ കൊടുക്കണം. പിന്നെ സ്പേസ് ഇടാണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇത് ഓണാകും ഗൈസ്. വേണ്ട ഇവിടെ വേണ്ട 2010 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് എന്തായാലും ഞാൻ മറന്ന്, ഞാൻ അത് വെച്ചിട്ടാണ് കൊടുത്തത്. ഈ ഓറഞ്ച് ഉള്ളതാണ് നമുക്ക് വരുന്നത്. അത് എൻ്റെ മൈൻഡിൽ നിൽക്കണം. നമുക്കിതൊന്ന് ഫോട്ടോ എടുക്കാം ഗൈസ്. വേണ്ട ഇവിടെ ചുവപ്പാണ് ഗൈസ്, ഇത് ചുവപ്പാണുള്ളത്. നമുക്ക് ഓറഞ്ചാണ് ആവശ്യം. ഇതിൽ ആ റൂമിലത് കാപ്പിയാണ്, ഇതിൽ ഓറഞ്ചാണ് ഗൈസ്. ഞാനൊന്ന് ഫോട്ടോ എടുക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മൾ ഫോട്ടോ എടുത്ത് ഗൈസ്. ഇനി എനിക്ക് ഓർമ്മയില്ല ഗൈസ്, ഓർമ്മ നിൽക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചത്. നമുക്ക് ഇനി വേഗം പോയിട്ട് ആ ഫോട്ടോ ഉള്ള പോലെ തന്നെ നമുക്കൊന്ന് കൊടുക്കാം ഗൈസ്. ഗൈസ് നമ്മ എത്ര വരെ കൊടുത്തു ഗൈസ്. പക്ഷേ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. നമ്മുടെ ഫോണിനെന്തോ ഇത് പറ്റിയില്ല. ഞാൻ മര്യാദക്ക് എടുത്തില്ല, അതുകൊണ്ടേ ഒന്ന് മാറിപ്പോയി. അതുകൊണ്ട് ഫോണിലത് കാണില്ല. നമുക്ക് ഒന്നുകൂടി പോയി ഇപ്പോൾ നോക്കണം ഗൈസ്. മര്യാദക്ക് എടുത്തില്ല. അപ്പോൾ ഗൈസ് നമ്മൾ ഇത് ഒന്നുകൂടി ഫോട്ടോ എടുക്കുകയാണ്. കാരണം നേരത്തെ ഒരു മിസ്റ്റേക്ക് എന്നറിയേ ഫോട്ടോ എടുത്ത് ഗൈസ്. ഇങ്ങനെ ഗൈസ് ഇപ്പോൾ നമ്മൾ തന്തയുടെ കൊമ്മിക്കിനെ പോകണം ഗൈസ്. നമ്മൾ വീണ്ടും ഇത് അടച്ചിട്ട് നമുക്ക് വേഗം ഇപ്പോൾ 4-5 ഫോട്ടോ എടുത്ത് വെച്ചില്ല ഗൈസ്. ഇത് 2 എന്തോ മാറ്റാണല്ലോ തോന്നുന്നു. ഓക്കെ ഇത് ഓപ്പൺ ആവും, ഇത് റെഡ് ആക്കണം ഗൈസ്. അപ്പോൾ നമ്മൾ ഇത് ഓപ്പൺ ആയിട്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ആ ബാറ്ററി മാത്രം കിട്ടിയുള്ളൂ ഗൈസ്, വേറെ ഒന്നും കിട്ടിയില്ല. ഇവിടെ ഇനി എന്തെങ്കിലും ഉണ്ടാവോ? ലൈറ്റ് കേട്ടോ ഒന്നും കാണില്ല. ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല. ഇതിൻ്റെ ഉള്ളിൽ കാർക്കിയുണ്ട്. കാർക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിക്കി തുറക്കാനുണ്ട് ഗൈസ്. ഡിക്കി തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവും. സ്റ്റോർ റൂമിലേക്ക് ചെയ്യുകയാണെങ്കിൽ സെറ്റായി, അല്ലെങ്കിൽ ബൾബ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെറ്റാക്കി നമ്മൾ കോളിമേൽ അടിച്ചിട്ട് നമ്മുടെ അമ്മ നേരത്തെ പുക വിട്ടപ്പോൾ ജനൽ വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. അതുവഴി പോകണം ഗൈസ്. അമ്മ ഒന്ന് ഇവിടെ നിന്ന് പോട്ടെ. അമ്മ പോയി നോക്കാം ഗൈസ്. നമുക്ക് എന്തായാലും വേഗം ഇവിടെ ഇല്ലല്ല. നമുക്ക് വേഗം ചാടാം. എന്നിട്ട് നമ്മുടെ കാറിൻ്റെ അവിടേക്ക് പോകണം ഗൈസ്. കാറിൻ്റെ അവിടേക്ക് പോകണമെങ്കിൽ പക്ഷെ അച്ഛനെന്തോ എണീറ്റ് പോകണമെന്നുണ്ട്. അച്ഛനൊന്ന് എണീറ്റ് പോകണം ഗൈസ്. അപ്പോൾ എനിക്ക് ഇപ്പോഴാണ് ഗൈസ് ഒരു കാര്യം ഓർമ്മ വന്നത്. ഈ റൂം നമ്മുടെ അച്ഛൻ്റെ ബെഡ്റൂമാണ്. അച്ഛനിരിക്കണത് TV ഉള്ള റൂമിലാണ് ഗൈസ്. നമ്മൾ ഒരു പൊട്ട തന്നെ ചെയ്ത്. പക്ഷെ ഇപ്പം അച്ഛൻ കണ്ട മെസ്സേജ് നോക്കാൻ വേണ്ടിയിട്ട് ഈ റൂമിലേക്ക് വന്നിരിക്കുകയാണ് ഗൈസ്. അല്ലെങ്കിൽ നമുക്ക് അപ്പുറത്ത് കിടന്നിട്ട് അച്ഛൻ ഈ മെസ്സേജ് വന്ന സമയത്ത് നമുക്ക് അപ്പുറത്തേക്ക് പോയിരുന്നു, അതായത് കാറുള്ള ഭാഗത്തേക്ക് പോയിരുന്നു. ഞാൻ മറന്നടേ ഗൈസ്. പാക്സിൽ നമ്മൾ സാധനം എടുത്ത് കേട്ടോ. നമുക്ക് ആകെ കിട്ടിയത് അതാ ഗ്രീസ് ഉണ്ട് ഗൈസ്. അത് ക്ലീൻ ചെയ്യണ ഭാഗം മാത്രം കിട്ടിയുള്ളൂ. താക്കോൽ ഇടുന്ന വെച്ചിട്ട് ഗൈസ് പോയത്. ഇപ്പം നമുക്കിത് വഴി നേരെ ചാടിട്ട് കണ്ടാ നിന്നോട് പറഞ്ഞ പണി നീ ചെയ്യണം.
അതും പറഞ്ഞ സമയത്തിനുള്ളിൽ തീർക്കണം, ഇല്ലെങ്കിൽ ബെൽറ്റിന് അടി കൊള്ളും. കണ്ടാ അച്ഛൻ ഏതാണ്ട് കണ്ട പോലെ എന്തൊക്കെയോ പറഞ്ഞു ഗൈസ്. നമ്മ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു വന്നാണ് ഗൈസ്. ഞാൻ ഒരാശ മണി പിടിച്ച് ഗൈസ് നമ്മളെ തള്ള. ഞാൻ അത് വീഡിയോ എടുക്കാൻ മറന്നു ഗൈസ്, സോറി. അത് എൻ്റെ ഇതിലെ സ്റ്റോറേജ് ഫുള്ളായിട്ട് തന്നെ കട്ടായിപ്പോയി ഗൈസ്. അപ്പോൾ ഇപ്പോൾ അത് ക്ലീൻ ആക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോഴാണ് ഇവിടെ ക്ലീൻ ആക്കാൻ വേണ്ടി തള്ള പറഞ്ഞത്. തീരുമ്പോ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂത. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ക്ലീൻ ആക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഗൈസ്. നമ്മളെ കൊണ്ട് പണിടിപ്പിക്കണം ഗൈസ്. ഒരു മോനെ കളിക്കാൻ വിടണ്ടേ ഗൈസ് ഇവര്. ഇതൊന്ന് വേഗം വീഴണം. അപ്പോൾ ഗൈസ് നിങ്ങൾ ഞാൻ പറഞ്ഞു തന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ കാണണമെങ്കിൽ. ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് നിങ്ങൾ. പിന്നെ ഞാൻ നമ്മുടെ ഗ്രാനി എന്തായാലും കൂടുതൽ അല്ല, ഇനിയും നമ്മൾ എന്തായാലും കംപ്ലീറ്റ് ആക്കണ ഒരു വീഡിയോ വരും ഗൈസ്. അപ്പോൾ ഇതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ഗ്രാനി ഗെയിം പ്ലേ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും പോയി കാണാൻ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. കാരണം അതാണെന്ന് തോന്നുന്നു കുറച്ച് പേർക്ക് അതിന് ഇഷ്ടമായത്, അല്ല കുറച്ച് പേർക്ക് കൂടുതൽ ഇഷ്ടമായത്. അപ്പോൾ അതൊന്ന് പോയി കാണാം ഗൈസ്. അതിങ്ങനെ നിങ്ങൾക്ക് പറ്റണമെങ്കിൽ കാണാം. എൻ്റെ വീഡിയോ എല്ലാം കാണാൻ പറ്റണമെങ്കിൽ കാണാൻ, അതൊക്കെ ലൈക്ക് ചെയ്യുക ഗൈസ്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ചാണ് ഞാൻ കൂടുതൽ വീഡിയോ ഒന്നും ഗൈസ്. ഞാൻ കുറച്ച് കാലം 8 മാസം മുമ്പാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് ഗൈസ്. സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തിപ്പോയതാണ്. അതിന് മുമ്പ് നമുക്ക് കുറേ ഗെയിമിംഗ് ചാനലുണ്ട് ഗൈസ്. അതൊക്കെ ഞാൻ നിർത്തിപ്പോയത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് പ്ലീസ്. നമുക്ക് ഒരു തുണി അലക്കണം. ഈ സാധനം നമ്മുടെ ഈ കയ്യിലുള്ള കഴുകണം, അത് വെച്ച് തുടയ്ക്കാൻ തുണി വേണം. അത് തുണി കഴുകാൻ വേണ്ടിയിട്ട് സോപ്പ് പൊടി വേണം. അതിനാണ് ഇപ്പോൾ നമ്മൾ അതിൻ്റെ സോപ്പ് പൊടിയിട്ട് ഗൈസ്. മോപ്പൊക്കെ നമ്മളിപ്പോൾ ചെയ്യാൻ നോക്കുന്നത് പറഞ്ഞാൽ മെയിൻ ഗേറ്റ് എസ്കേപ്പാണ് ഗൈസ്. അതിനുള്ള സാധനമാണ് നമ്മൾ അച്ഛൻ ഫ്രഷ് അടിക്കാണ്ട് പോയിട്ട് കുപ്പിയാണ് ബാത്റൂമിൽ വന്നിട്ടാണ് ഒരു കുപ്പിയൊക്കെ എടുത്ത് കുടിക്കണേ. നല്ല വൃത്തിയുള്ള കുടുംബക്കാരാണ് ഗൈസ്. നമുക്ക് ഇനി അയ്യോ അച്ഛൻ മൂത്രമൊഴിക്കാൻ പറഞ്ഞ ഗൈസ്. അയ്യോടാ ജസ്റ്റ് മിസ് ഗൈസ്. അയ്യോ ഗൈസ്. അപ്പം നമ്മൾ അച്ഛൻ്റെ ഇങ്ങോട്ട് വരണം കേട്ടാ. അച്ഛൻ നമ്മൾ പഠിക്കണ നോക്കാൻ വേണ്ടി വരുന്നുണ്ട്. നമ്മൾ പഠിക്കാൻ വേണ്ടി ഇരിക്കുക. ഒരു മിസ്റ്റേക്കും വരുത്തിയില്ല എൻ്റെ വിശ്വാസം. നമ്മുടെ റൂമിൽ മേശ ഓർത്തിട്ട് ഒന്നും പിടിക്കില്ലല്ലേ. ആദ്യം പഠിത്തം, അത് കഴിഞ്ഞ് മതി കണ്ടുപിടുത്തം, ഓട്ട കണ്ടുപിടുത്തം. നാല് സമവാക്യത്തിന് സാമാന്യ രൂപം എന്താണ്? അവൻ എന്തൊക്കെ പറഞ്ഞ് തിരിച്ചു പോയി ഗൈസ്. പഠിക്കാനാണ് അവരുടെ വിചാരം. അമ്മ ക്രിസ്മസ് ട്രീ നക്കാൻ പോയി. നമുക്ക് ഇത് ഓണാക്കണം. അയ്യോ അമ്മേനെ ചെക്ക് ചെയ്യാൻ പറഞ്ഞു ഗൈസ്. ഇതെന്താടാ രണ്ടാളും ഒരുമിച്ച് ചെക്ക് ചെയ്യാൻ പറഞ്ഞേ. ഒരാൾ വന്നിപ്പോൾ പോയുള്ളൂ. അയ്യോ വന്നു ഗൈസ്. പണ്ട് ഈ ചെക്കിങ് ഒക്കെ ഉണ്ടായിരുന്നു, അതെനിക്കറിയില്ല കേട്ടാ. ഞാൻ പണ്ട് ഇത് കളിക്കണ കണ്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ടും കസിനൊക്കെ കളിക്കണ അവരപ്പം ഇന്ന് കളിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിലൊന്നും കണ്ടിട്ടില്ല ഗൈസ്. ഇപ്പോൾ വന്നതെന്ന് തോന്നുന്നു ഈ ചെക്കിങ് ഒക്കെ ഗൈസ്. ഇത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഹൊററുണ്ട്, പിന്നെ ഔട്ട്ഡോറിനൊക്കെ കണ്ടൊരു ഇതുണ്ട് ഗൈസ്. അപ്പോൾ അത് കളിക്കണമെന്ന് നിങ്ങൾ പറയണം ഗൈസ്. നമുക്ക് ഏതാദ്യം കളിക്കണത് നിങ്ങൾ ആരും കമൻറ്റ് ഇടുന്നില്ല കേട്ടാ. എനിക്കിതായിട്ടും എൻ്റെ ചാനൽ ഇപ്പോൾ ഈ തുടങ്ങിയിട്ട് ഒരു കമൻറ്റ് പോലും കിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യും. വല്ല ഗൈസ് ഇത് ഓണാക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുക ഗൈസ്. എന്തെങ്കിലും വല്ല ഇമോജിയിലും കമൻറ്റ് ചെയ്യുക ഗൈസ്. എനിക്ക് അതൊരു സപ്പോർട്ടായിട്ട് ഞാൻ കാണും. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യാം. ഓക്കെ ഗൈസ്. ഇതെങ്ങനെ ഇത് ഓണാക്കാൻ പറ്റില്ലടാ. ഇത് ഓണാക്കാൻ പറ്റില്ല ഗൈസ്. ഇത് ഓണാക്കിയാൽ നമ്മുടെ അച്ഛനെ നമുക്ക് ഫേക്ക് മെസ്സേജ് ഒക്കെ അയക്കാൻ പറ്റുക. അപ്പോൾ കീബോർഡ് മോട്ടാണ് കേട്ടോ അപ്പോൾ ഓണായത്. അപ്പോൾ ഇനി നമുക്ക് അച്ഛൻ്റെ ഭാഗങ്ങൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാണ്ട്. അടുക്കളയും ചെക്ക് ചെയ്യലും മര്യാദയ്ക്ക്, എന്നാലും അച്ഛൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്യുക ഗൈസ്. അപ്പോൾ അച്ഛന് ഇത് മെസ്സേജ് അയച്ചിടണം അമ്മേ. വേണ്ട അച്ഛനവിടെ പോകണ്ട ഗൈസ്. ആ ടൈമിൽ നമുക്ക് വേഗം പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഗൈസ്. കുറച്ച് ലേറ്റ് ആയി ഗൈസ്. അച്ഛൻ മംബ്ലിംഗ് ഒക്കെ പറഞ്ഞു തുടങ്ങി. അല്ലേ വേണ്ട ഗൈസ്, ഒരാഴ്ച നമുക്ക് മെസ്സേജ് ഇട്ടിട്ട് ഇങ്ങോട്ട് വരാം, അതാണ് നല്ലത്. വേഗം ഒന്നുകൂടി മെസ്സേജ് ചെയ്യാം. നമുക്ക് ഒന്നുകൂടി ഫേക്ക് മെസ്സേജ് അയക്കാം ഗൈസ്, അതാണ് നല്ലത്.
അതെങ്ങനെ പിടിച്ചടാ? അതെങ്ങനെ പിടിച്ച്? അയ്യോ എന്തോ പറഞ്ഞു ഗൈസ്, ഞാൻ കേട്ടില്ല. അയ്യേ സോറി ഗൈസ്. ഇത് കംപ്ലീറ്റ് ആണ് ഗൈസ്, ഉറപ്പ്. ബൈ.